സിസ്റ്ററെ, നിരന്തരമായി നമ്മെ വഴി നടത്തുന്ന കർത്താവ് തൻ്റെ ജീവിതത്തിൽ നിരന്തരമായി ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളുടെ ഒരു കൂട്ടം സാക്ഷ്യവുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ സിസ്റ്ററിൻ്റെ പേര് സ്വപ്ന സജീവ്, വെണ്ണിയൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. വിവാഹം കഴിഞ്ഞ് ആത്മീയ ആരാധനകളിൽ പങ്കെടുക്കുന്നതിന് തൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടക്കേടുണ്ടായിരുന്നു. തനിക്ക് ഈ ചർച്ചിൽ അതുകൊണ്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തൻ്റെ അടുത്ത റിലേറ്റീവ് ഈ ചർച്ചിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവരോടൊപ്പം പോയിക്കൊള്ളുവാൻ അനുവാദം കൊടുത്തുവെങ്കിലും ഇറങ്ങുന്നതിന് മുന്നേ എല്ലാ ദിവസവും വീട്ടിൽ സംസാരമുണ്ടാകും, വഴക്കുണ്ടാകും. എന്നാൽ 2 മാസങ്ങൾക്ക് മുമ്പ് ജോൺ ബ്രദർ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ചർച്ചിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ വീട്ടിൽ സംസാരമുണ്ടാകുന്നവർ എഴുന്നേറ്റ് നിൽക്കുക, കൈ ഉയർത്തുക, നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ സന്ദർശനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. സിസ്റ്റർ എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി. ബ്രദർ ആ സമയം പ്രാർത്ഥിച്ചു. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് അന്നേ ദിവസം കർത്താവിൻ്റെ സന്ദർശനമുണ്ടായി. താൻ വിളിക്കാതെ തന്നെ കോഴിക്കോട് ജോലിയിലായിരിക്കുന്ന ഹസ്ബൻഡ് നാട്ടിലുള്ളപ്പോൾ സിസ്റ്ററിനോടൊപ്പം ചർച്ചിൽ വരികയും വളരെ സന്തോഷത്തോടുകൂടെ കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിവാഹത്തിന് ശേഷം വിടത്തില്ലായിരുന്നു, പ്രയാസമായിരുന്നു. എന്നാൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം പറയാം. ഈ സിസ്റ്റർ നിമിത്തം തൻ്റെ ഹസ്ബൻഡും കൂടെ ദൈവത്തെ അറിയാനിടയായി. ജീവിക്കുന്നൊരു ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നത്? നമ്മൾ അനുഭവിച്ച യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നമുക്ക് മറന്നു കളയാൻ കഴിയുന്നത്? ഒരാളെയും കൂടെ രക്ഷിക്കാൻ കർത്താവ് കൃപ കൊടുത്തു, ആ വീട്ടിൽ സമാധാനത്തെ കൊടുത്തു. ദൈവം ചെയ്തതിനെ ഒന്ന് കരങ്ങളെ അടിച്ച് സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. മറ്റൊരു വലിയ സാക്ഷ്യം, സിസ്റ്റർ കോവിഡ് വാക്സിൻ 2nd ഡോസ് എടുത്തതിന് ശേഷം സിസ്റ്ററിന് ബ്ലഡിൽ അലർജി ഉണ്ടായി. തുടർന്ന് ചുമയും ശ്വാസമുട്ടലുമായി. ദിവസവും 2 പ്രാവശ്യം ഇൻഹേലർ ഉപയോഗിക്കണമായിരുന്നു. ഡോക്ടേഴ്സ് പല ടെസ്റ്റുകൾ ചെയ്തു. ഇത് കംപ്ലീറ്റ് മാറിപ്പോകത്തില്ല, ഈ അലർജി ബ്ലഡിൽ നിന്ന് പോകത്തില്ല, എന്നും കൂടെ കാണുമെന്ന് പറഞ്ഞു. കൂടാതെ 2 തവണ ഇൻഹേലർ എടുക്കുമ്പോഴും ചുമ കുറഞ്ഞില്ല എങ്കിൽ അടുത്തുള്ള ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ പോയി 3 നേരം ആവി കൊള്ളണമെന്ന് പറഞ്ഞു. സിസ്റ്ററിന് വളരെ ബുദ്ധിമുട്ടായി. എന്നാൽ സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് 2024 മെയ് മാസം നമ്മുടെ ഡെലിവറൻസ് ക്യാമ്പിൽ പങ്കെടുത്തു. ഡോക്ടേഴ്സ് അസാധ്യമെന്ന് പറഞ്ഞെടുത്ത് കർത്താവ് സകലവും സാധ്യമാക്കി. രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകി. അന്നു മുതൽ ഇന്ന് വരെ സിസ്റ്റർ ചുമച്ചിട്ടില്ല, ശ്വാസമുട്ടലുണ്ടായിട്ടില്ല, ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല, ഒരു അലർജിയും ഇല്ല എന്നാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അല്ലെങ്കിലും അസാധ്യം എന്ന് പറയുമ്പോൾ ദൈവമക്കൾക്ക് മനസ്സിലാവും ഇത് എൻ്റെ കർത്താവ് ചെയ്യാനുള്ള അത്ഭുതമാണ്. സിസ്റ്റർ എന്ന് പറഞ്ഞാട്ടെ. കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ച് എത്ര നാൾ അങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നു? ഏതാണ്ട് 1 വർഷത്തോളം. 1 വർഷത്തോളമായിട്ട് അലർജി ഭയങ്കര ഹൈ ആയിരുന്നു. അത് മാത്രമല്ല, എനിക്ക് AC-യോ ഫാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നല്ല ബുദ്ധിമുട്ടി. രാത്രി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്ക്. ഇപ്പൊ പരിപൂർണമായിട്ട് മാറി, അലർജി ഇല്ല, ഒന്നുമില്ല. ആമേൻ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായിരുന്നു സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ജീസസ്. ആമേൻ. മറ്റൊരു സാക്ഷ്യം, സിസ്റ്ററിനെ ഒരു ദിവസം പാമ്പ് കടിച്ചു. സിസ്റ്റർ പാമ്പ് കടിച്ചത് അറിഞ്ഞില്ല. നമ്മുടെ അപ്പ എന്ന പാട്ട് ഇറങ്ങുന്ന സമയത്തായിരുന്നു. സിസ്റ്റർ ആ പാട്ട് കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. യേശുവേ എന്ന് വരുന്ന ഭാഗം വന്നപ്പോൾ സിസ്റ്ററിൻ്റെ കാലിലൊരു വേദന വന്നു. സിസ്റ്റർ നോക്കിയപ്പോൾ പാമ്പ് കടിച്ച പാടുണ്ട്, എന്നാൽ പാമ്പിനെ കാണാനില്ല. അന്ന് തന്നെ മറ്റേതോ സമയം കടിച്ചിരുന്നതാണ്. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അടുത്ത ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവരെ പരിശോധിച്ചു, മെഡിസിനുകൾ നൽകി. എന്നാൽ അവർ തന്നെ പറഞ്ഞു, ഇത് അത്ഭുതമായിരിക്കുന്നു, ബ്ലഡിൽ ഒരു കുഴപ്പവും കാണുന്നില്ല. മറ്റൊന്ന്, സിസ്റ്റർ ഇത്രയും ഉന്മേഷത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് സൗഖ്യത്തോടെ ഡിസ്ചാർജ് ചെയ്തു. കർത്താവ് കരുതി എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. പാമ്പ് തന്നെയാണ് കടിച്ചത്, എങ്ങനെ മനസ്സിലായി? അതിൻ്റെ ബൈറ്റ് മാർക്ക് കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പക്ഷേ ബ്ലഡിലൊന്നും അതിൻ്റെ പോയിസൺ ആയിട്ടില്ല. അത് കണ്ടിട്ട് ഞാൻ ആ ലൈൻസ് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊളുത്തി വലിക്കുന്ന വേദന വന്നിട്ട് നോക്കിയ സമയം ഇങ്ങനെ ഇവൻ പറഞ്ഞ, അമ്മ ഇത് പാമ്പ് കടിച്ചതാണ്. ഇവൻ വീഡിയോ എല്ലാം എടുത്ത് കാണിച്ചു തന്നതിൻ്റെ. എന്നിട്ട് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി എടുത്ത് ഉടനെ തന്നെ അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് അവിടെ പോയി കുറേ ടെസ്റ്റെല്ലാം ചെയ്ത് അവർ അഡ്മിറ്റാക്കിയിട്ട് കർത്താവ് ചെയ്ത അത്ഭുതത്തിനായി നന്ദി പറയാം. സിസ്റ്ററിന് പറയാനുള്ളത്, ജീവിതത്തിൽ മുഴുവനും കർത്താവ് അത്ഭുതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇതേപോലെയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ എല്ലാ ദിവസവും അത്ഭുതങ്ങളിൽ ജീവിക്കണമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും കർത്താവ് ഇത് ചെയ്തു എന്ന് പറയാൻ ചിലതുണ്ടാകണം.
ഐ മീൻ കർത്താവിനോടുള്ള ബന്ധത്തിലായിരിക്കണം. ഐ മീൻ ഇന്ന് കർത്താവ് എനിക്ക് ഇത് ചെയ്തു, ഐ മീൻ ഇന്നലെ കർത്താവ് ഇത് ചെയ്തു, ഇങ്ങനെ പറയാൻ ധാരാളം അത്ഭുതങ്ങൾ, ധാരാളം പ്രവൃത്തികൾ ഐ മീൻ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കഴിഞ്ഞോ സിസ്റ്ററെ? മറ്റൊരു സാക്ഷി, ഈയിടെയായി സിസ്റ്ററിൻ്റെ 3 തവണ ആക്സിഡൻ്റ് ഉണ്ടായി. 3 തവണയും സിസ്റ്ററിൻ്റെ 2 വീലറിൽ മറ്റു വണ്ടികൾ വന്ന് ഇടിക്കുകയാണ് ഉണ്ടായത്. 3 തവണയും സിസ്റ്ററും കൂടെയുള്ളവരും വണ്ടിയിൽ നിന്ന് താഴെ വീണു. സിസ്റ്റർ പറയുന്നത് ദൂതന്മാരുടെ പരിപാലനത്തെക്കുറിച്ച് ബ്രദർ പഠിപ്പിച്ചതുപോലെ ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ദൂതന്മാർ കരുതി തനിക്കും കൂടെയുള്ളവർക്കും ഒരു പോറൽ പോലെ ഏൽക്കാതെ വണ്ണം കർത്താവ് സംരക്ഷിച്ചു എന്ന്. കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ സിസ്റ്ററെ, മറ്റൊരു സാക്ഷ്യം, 2 ആഴ്ച മുൻപ് ലോൺ ക്ലോസ് ആകുന്നതിന് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചിരുന്നു. സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഓർണമെൻറ്റ്സ് വാങ്ങി ലോൺ വെച്ചിരുന്നു, എന്നാൽ മടക്കി എടുത്തു കൊടുത്തില്ല. ബ്രദർ പ്രാർത്ഥിച്ച ദിവസം സിസ്റ്ററും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ അവർ ആവശ്യപ്പെടാതെ സിസ്റ്ററിനെ ആ ഓർണമെന്റ്സ് മടക്കി നൽകി എന്നാണ് സാക്ഷ്യപ്പെട്ടത്. താങ്ക് യു ജീസസ്. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ആമേൻ.